മോളെ ഉള്ളത് പറഞ്ഞാലേ ഞാനൊരു അച്ചായത്തി കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ ചുറ്റിനും ഹിന്ദു കുടുംബങ്ങളുണ്ട്, നായന്മാരും പിള്ളമാരും ഒക്കെ. അവിടെ എൻ്റെ കുട്ടിക്കാലത്ത് നിലവിളക്ക് കൊളുത്തി സന്ധ്യയ്ക്ക് കുഞ്ഞുങ്ങളും അമ്മയും എല്ലാം കൂടി ഇരുന്ന് നാമം ജപിക്കും. കർക്കിടക മാസത്തിലാണെങ്കിൽ രാമായണം പാരായണം ചെയ്യും. അന്നേരം ഞാനൊരു പുസ്തകം സംഘടിപ്പിച്ചു. SSLCക്ക് മുമ്പേ തന്നെ രാമായണം വായിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ കവിത എഴുതാൻ തുടങ്ങിയത്. പിന്നെ എനിക്കൊരു സജഷനുള്ളത്, എന്നെ കേൾക്കുന്ന എല്ലാവരും രാമായണം പതിവായിട്ട് വായിക്കാമെങ്കിലേ കേരളത്തിന് ഒരു സംസാര രീതി വരും. രാമായണം എന്നും നിങ്ങൾ 2 വരി പാടിയാൽ പദശുദ്ധി ഉണ്ടാവും, പദവിന്യാസം ഉണ്ടാവും. ഈ വയലാർ രാമവർമ്മയുടെയൊക്കെ സിനിമാ പാട്ടിലൊക്കെ ഇത്രയും പദസമ്പത്ത് എങ്ങനെയാണ് വന്നേ? പുള്ളി ആരുടെ കയ്യിൽ നിന്നും കടമെടുത്തതല്ല, രാമായണം വായിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എനിക്ക് ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ആദ്യമായിട്ട് ഗലീലിയൻ ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടുന്നത് എനിക്കാണ്. അതിന് കാരണം എനിക്ക് രാമായണം തന്ന പദവിന്യാസമാണ്. ആരുമാരും അറിയാതൻ ചേതസിനുള്ളിൽ നിത്യചേതനയായി വഴുവീശ 1000 സ്തോത്രം. മാനസത്തിനിടനാഴി മർമ്മരം കേൾക്കാൻ ചാരയെ കാതു ചേർത്തോർത്തിരിക്കുന്ന സ്നേഹിത സ്തോത്രം. ക്ഷണികം ഈ വാസം ദുഃഖപൂരിതമെന്നാലും നിന്റെ സ്തുതികളാൽ എൻ ഹൃദയവീതി നിറയുമെന്നാളും. അരുമയോടെന്നെ സൃഷ്ടിച്ച് അവനിതൻ മാറിൽ വിട്ട ആ തിരുകരങ്ങൾ കൊണ്ട് വീണ്ടും തഴുകുകന്നെ നീ. ഉലകം ഇത് നിന്റെ ചിത്രഭവനമെന്നോർക്കിൽ പാറും ശലഭച്ചിറകിൽ അധിക രമ്യരചന കാണൂ ഞാൻ. നിമിഷതാളങ്ങൾ രാഗസ്തുതികളാണ് എങ്ങും. ദേവാ അനുമതിക്ക് കൃപണൻ എന്നെ ഏറ്റുപാടിയിടാൻ. കൃപണൻ എന്നുള്ള പ്രയോഗമൊക്കെ നോക്കൂ, അത് ഋഷിയുടെ പ്രയോഗമാണ്, അത് അറിയാതെ വരുന്നതാണ്. പള്ളിക്കൂടങ്ങളിലെ 5ാം ക്ലാസ്സിന് മുമ്പേ രാമായണ പാരായണം ആഴ്ചയിൽ 1 പീരീഡ് കൊടുത്താൽ ശുദ്ധ മലയാളം കേരളത്തിലെ എല്ലാ അടുത്ത തലമുറയിലെയും കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കും. 3 തരം